ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർക്കെതിരെ രാജ്ഭവന് മുന്നിൽ ഇടുക്കി കർഷകരുടെ പ്രതിഷേധമിരമ്പി LDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ രാജ്ഭവൻ മാർച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വേഗം ബില്ലിൽ ഒപ്പിടുന്നതാണ് നല്ലതെന്നും അല്ലെങ്കിൽ ഗവർണർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത കർഷക പ്രക്ഷോഭത്തിന് കേരളം സാക്ഷിയാകുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർക്കെതിരെ ഇടുക്കിയിലെ കർഷകർ പ്രതിഷേധവുമായി രാജ്ഭവന് മുന്നിലെത്തി. നൂറുകണക്കിന് കർഷകരാണ് മാർച്ചിൽ അണിനിരന്നത്. മാർച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിയമം പാസാക്കുന്നതിന് ഒരേ ഒരു തടസ്സം ഗവർണറാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം പാസാക്കുന്നതോടെ സങ്കീർണമായിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു നിയമനിർമ്മാണം തന്നെയാണ് കഴിഞ്ഞ 2023 സെപ്റ്റംബർ 14-ാം തീയതി കേരള നിയമസഭ ഏകകണ്ഠമായിട്ട് പാസാക്കിയിട്ടുള്ളത്. ആ പാസാക്കിയിട്ടുള്ള നിയമമാവണമെങ്കിൽ ഗവർണർ ഒപ്പുവെക്കണം. ഒരേ ഒരു തടസ്സം ഗവർണർ ഒപ്പുവെക്കുന്നില്ല. എന്നാൽ ഇതിന്റെ പിന്നിലൊരു ശക്തിയുണ്ട്. അത് വെറും ഗവർണറൊന്നുമല്ല, അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം വേറെ ആരുടെ രാഷ്ട്രീയമല്ല, BJP രാഷ്ട്രീയമാണ്. ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ഈ കേരളത്തിലെ ഗവർണറെ തന്നെയാണ് ഒരു ഉപകരണമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ ഗവർണർ ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും 3 മാസമായി. ഇനിയും ഇതേപോലെ മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോഴെല്ലാം തെരുവിൽ പ്രതിഷേധവും കരിങ്കൊടിയും എല്ലാം ചില സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഈ കേരളത്തിലെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ എവിടെയും പോകാനാവാത്ത രീതിയിലുള്ള ജനകീയ പ്രതിഷേധത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കർഷക ജനവിഭാഗവും മുന്നോട്ടേക്ക് വരും. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. എല്ലാ അർത്ഥത്തിലും ഈ കേരളത്തെ കാവ്യവൽക്കരിപ്പിക്കാനും അതിന്റെ ഭാഗമായിട്ട് RSS അജണ്ട നടപ്പിലാക്കാനും പുറപ്പെട്ടാൽ അത് ഈ കേരളം അംഗീകരിക്കില്ല, കേരളത്തിലെ കൃഷിക്കാർ അംഗീകരിക്കില്ല, കൃഷിക്കാരോടൊപ്പം നിൽക്കുന്ന കേരളത്തിലെ സാമാന്യ ജനത അംഗീകരിക്കില്ല എന്ന ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കണം. വേഗം ഒപ്പിടുന്നതല്ല. അതാ എനിക്ക് ഗവർണറോട് പറയാനുള്ളത്. അടിയന്തരമായിട്ട് വന്ന ഉടനെ തന്നെ ഒപ്പിട്ടോ. LDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ ഇടതുമുന്നണി നേതാക്കളായ സത്യൻ മൊകേരി, സ്റ്റീഫൻ ജോർജ്, മാത്യു ടി തോമസ് എന്നിവർ സംസാരിച്ചു. LDF ഇടുക്കി ജില്ലാ കൺവീനർ KK ശിവരാമൻ അധ്യക്ഷനായി. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് സ്വാഗതം പറഞ്ഞു. LDF നേതാക്കളായ MM മണി, ആനാവൂർ നാഗപ്പൻ, KK ജയചന്ദ്രൻ, V ജോയ് MLA തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.